ഫ്രണ്ട്സ്, അപ്പം എന്നാൽ വീട്ടിൽ കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിട്ടൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇവിടെ നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് കപ്പ നല്ല കഴുകി വൃത്തിയാക്കി നല്ല ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ടേ. നല്ല മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ച് നന്നായി കുക്കറിൽ വേവിച്ചെടുക്കണേ. തക്കാളി ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ചൂടായി വന്നിട്ടുണ്ട് ചീനച്ചട്ടി. ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും തക്കാളിയും അതിലോട്ടിട്ട് നന്നായി വാട്ടിയെടുക്കുക. അപ്പോൾ ഉള്ളിയും തക്കാളി ഇടുമ്പോൾ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി വഴണ്ട് വരട്ടെ. പിന്നെ ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നതിന് ശേഷം പൊടികളൊക്കെ ഇടുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല. അപ്പോൾ തന്നെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനും ഇട്ട് ലേശം മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് നന്നായി ഇളക്കി കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. നന്നായി വെന്ത് വരും വേണമല്ലോ, അപ്പോൾ കുറച്ച് നേരം എന്നിട്ട് അടച്ച് വിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്ത ചിക്കനിലോട്ട് ഈ കപ്പ ഇട്ടിട്ട് നന്നായി ഇളക്കി എടുക്കണം. അപ്പോൾ ഈ മസാലയും ചിക്കനും കപ്പയും ഒക്കെ കൂടി നല്ല മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ലേശം മുകളിലായിട്ട് മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും കൂടി തൂങ്ങി നമുക്ക് ഇറക്കാവുന്നതാണ്. കഴിക്കാൻ നേരത്ത് വലിയുള്ളി നന്നായി ചെറുതായി അരിഞ്ഞെടുത്തിട്ട് മുകളിലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മക്കളെ ഒന്നും പറയില്ല, അടിപൊളി ടേസ്റ്റ് കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ കപ്പയും ചിക്കനൊക്കെ വാങ്ങുന്ന ദിവസം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായി മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.